ഹലോ ഗായ്സ്, അപ്പോൾ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും പ്ലം കേക്കിനെക്കാളിലും ക്യാരറ്റ് കേക്കിനെക്കാളിലും വൈറലായി ഓടിക്കൊണ്ടിരുന്ന കേക്കാണ് നമ്മുടെ മാത്യൂസ് കേക്ക്. ഇത് കണ്ടിട്ട് വായിൽ വെള്ളം നിൽക്കാത്തത് കൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ അതിന് ആവശ്യമായി എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ, 1 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് ഷുഗർ പൗഡർ, 1 സ്പൂൺ സോഡ പൗഡർ, 1 സ്പൂൺ സോൾട്ട്, പിന്നെ ഒരു 3 ഡ്രോപ്സ് വാനില എസൻസ്, കുറച്ച് കോഫി പൗഡറും കൂടി, ഒരു മുട്ടയിൽ നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടി 1 കപ്പ് മിൽക്കും കൂടി എടുത്ത് നന്നായി മിക്സപ്പ് ചെയ്ത്. ഈ റെസിപ്പിയൊക്കെ യൂട്യൂബിലുള്ളതാണേ. നമ്മുടെ മാത്യൂസ് അങ്കിളിൻ്റെ കേക്കിൻ്റെ റെസിപ്പി ഇതാണോ എന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ടും യൂട്യൂബിൽ മാത്യൂസ് അങ്കിളിൻ്റെ കേക്കിൻ്റെ റെസിപ്പി ഉണ്ടായതുകൊണ്ടും അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ചെയ്ത് അത് ഓവനിൽ വെച്ച് ഒരു 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കുകയും വേണം. ആ ഒരു ടൈമിൽ നമുക്ക് മേളിലത്തെ കോട്ടിങ്ങും കൂടി റെഡിയാക്കാനുള്ള ബട്ടർ, ഷുഗർ പൗഡർ ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ചൂടോടെ മുകളിലത്തെ ലെയർ ചെയ്യരുത്. ഇതുപോലെയായി പോകും. ഏകദേശം 1 അവറെങ്കിലും ചൂട് മാറിയതിന് ശേഷം മുകളിലത്തെ ലെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് മൊത്തവും കൂടി ഉരുകിപ്പോകുന്നത് പോലെ ആവും. ആദ്യമായി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇത് ഫുൾ ഇങ്ങനെ ഉരുകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേക്ക് കാണാനൊരു സുഖവും കാണത്തില്ല. അപ്പോൾ എൻ്റെ മാത്യൂസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാത്യൂസ് അങ്കിളുടെ കേക്കിൻ്റെ രുചി എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ കേക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ എന്നെപ്പോലെ കണ്ടിട്ട് കൊതി തോന്നുന്നവർ ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം പോയേച്ച് വരാം. ഓക്കെ, ബായ്.